മുൻ എം.എൽ.എ. കാരാട്ട് റസാഖ് ഇടതുബന്ധം അവസാനിപ്പിച്ച് യു.ഡി.എഫിലേക്ക് ലീഗിൽ അംഗത്വം സ്വീകരിക്കാൻ പാണക്കാടെത്തി ശാന്തകുമാർ വെള്ളാലത്താണ് ചെയ്യുന്നത്. ശാന്തകുമാർ, അല്പം മുൻപാണ് അദ്ദേഹം ലീഗിലേക്ക് മാറുന്നു എന്നുള്ള വാർത്ത വന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും അതിനാണ് കാരാട്ട് റസാഖ് പാണക്കാടെത്തി മുസ്ലിം ലീഗിന്റെ അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞു. കൊടുവള്ളിയിൽ ഇടതുപക്ഷത്തിന്റെ വലിയ ശക്തിയായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ചു വന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് കാരാട്ട് റസാഖ്. നേരത്തെ മുസ്ലിം ലീഗിന്റെ അംഗത്വം ഉണ്ടായിരുന്ന ആള് പിന്നീട് അവിടെ നിന്നുമാണ് പിന്നീട് ഇടതുപക്ഷത്തേക്ക് എത്തിയത്. പിന്നീട് കൊടുവള്ളിയിലെ എം.എൽ.എ. ആയി. അദ്ദേഹം സജീവമായി ഇടത് അനുഭാവിയായി പ്രവർത്തിച്ച് വരിക തന്നെയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ഏറെക്കാലമായി ഇടതുപക്ഷവുമായിട്ടുള്ള CPM-ഉമായിട്ടുള്ള ചില അകൽച്ചയെ തുടർന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ എത്തിയത്. ഇപ്പോൾ അദ്ദേഹം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇപ്പോൾ പാണക്കാടെത്തി മുസ്ലിം ലീഗിന്റെ അംഗത്വം സ്വീകരിച്ച് വീണ്ടും മുസ്ലിം ലീഗിലേക്ക് തന്നെ തിരിച്ച് എത്തിയിരിക്കുകയാണ്. കൊടുവള്ളിയിലെ സ്ഥാനാർത്ഥി PK ഫിറോസ്, ഒപ്പം തന്നെ MK മുനീർ, നേരത്തെ അവിടുത്തെ MLA ആയിരുന്ന, നിലവിൽ MLA ആയിട്ടുള്ള MK മുനീർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിലേക്ക് തന്നെ തിരിച്ചെത്തിയ കാരാട്ട് റസാഖിനെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെയാണ് ഇപ്പോൾ അംഗത്വം നൽകി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പാണക്കാട് എത്തി അദ്ദേഹം ആ അംഗത്വത്തിൽ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞു. എന്തായാലും നേരത്തെ ഇടതുപക്ഷത്തിന്റെ ശക്തികേന്ദ്രമായി നിന്നിരുന്ന ഒരാളാണ്. ഇപ്പോൾ അതിൽ നിന്നും മാറി ഇപ്പോൾ വീണ്ടും മുസ്ലിം ലീഗ് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും കാരാട്ട് റസാഖ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അംഗത്വം എടുത്തു കഴിഞ്ഞു. അരുണ്യ. മുൻ എം.എൽ.എ. കാരാട്ട് റസാഖ് ഇടതുബന്ധം അവസാനിപ്പിച്ച് യു.ഡി.എഫിലേക്ക് മടങ്ങുകയാണ്. ലീഗിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ശാന്തകുമാർ വെള്ളാലത്ത് നൽകിയത്. ശാന്തകുമാർ, CPM-ന് സഹയാത്രികരെ ചേർത്ത് പിടിക്കാനാകുന്നില്ലെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും മാതൃ പാർട്ടിയിലേക്ക് അദ്ദേഹം മടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇടത് സ്ഥാനാർത്ഥികളെയൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തെങ്കിലും പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ടോ? തീർച്ചയായും അതിനെ ഇടതുബന്ധം പരിപൂർണമായും ഉപേക്ഷിച്ചു തന്നെയാണ്. അതാണ് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുൾപ്പെടെ ഇടത് അനുകൂല വ്യക്തികളെയെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടു. അതിൻ്റെ വാർത്തകളുമൊക്കെ പുറത്തു വന്നാണ്. ഇടതുബന്ധം പാടെ ഉപേക്ഷിച്ച് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പാണക്കാടെത്തി മുസ്ലിം ലീഗിൻ്റെ അംഗത്വം സ്വീകരിച്ച് മാതൃസംഘടനയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നതെന്ന് തന്നെ പറയാൻ കഴിയും. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇക്കാര്യങ്ങളെല്ലാം ഈ സംഘടന മാറുന്നതിനുള്ള, ഇടതുബന്ധം ഉപേക്ഷിക്കുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം വിശദമാക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും അദ്ദേഹം മാതൃസംഘടനയിലേക്ക് തിരിച്ചെത്തി. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്നും മുസ്ലിം ലീഗിന്റെ അംഗത്വം സ്വീകരിച്ച് അദ്ദേഹം മാതൃസംഘടനയുടെ ഭാഗമാകുന്നു എന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാക്കൾ എല്ലാം കൂടെയുണ്ട്. കൊടുവള്ളിയിലെ സ്ഥാനാർത്ഥി PK ഫിറോസ് ഒപ്പമുണ്ട്. ഒപ്പം തന്നെ കൊടുവള്ളിയിലെ MLA കൂടിയായിട്ടുള്ള MK മുനീറും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അങ്ങനെ കാരാട്ട് റസാഖ് വീണ്ടും മുസ്ലിം ലീഗിന്റെ ഭാഗമാകുന്നു. മുസ്ലിം ലീഗിന്റെ പാതയിലേക്ക് ലീഗ് പ്രവർത്തനമായി സജീവമാകാൻ അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നു. അരുണ്യ. അങ്ങനെ ഇടതുബന്ധം ഉപേക്ഷിച്ച് വീണ്ടും ലീഗിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. ശാന്തകുമാറാണ് വിവരങ്ങൾ നൽകിയത്.